ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ നാവികശേഷി നാൾക്കുനാൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിൽ ചെറിയൊരു ഭയം ഉളവാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേന 88 പുതിയ യുദ്ധ കപ്പലുകളും അന്തർവാഹിനികളും ഉൾപ്പെടുത്തുമെന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ സുപ്രധാന വിപുലീകരണം ഇന്ത്യയുടെ നാവിക ശക്തിയെ ശക്തിപ്പെടുത്തും. ഇതിൽ 64 കപ്പലുകൾ നിലവിൽ നിർമ്മാണത്തിലാണ്. കൂടാതെ 24 എണ്ണത്തിന് കൂടി ഓർഡർ നൽകിയിട്ടുമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്ന് പറയുന്നത് തന്ത്രപരമായ പ്രാധാന്യം ഉളവാക്കുന്ന ഒരു പ്രദേശമാണ്. അതിലെ ജലത്തിലൂടെ കടന്നു പോകുന്ന വിപുലമായ വ്യാപാരവും കടൽ കൊള്ള, ഹൈജാക്കിംഗ്, മിസൈൽ ആക്രമണം തുടങ്ങിയ സുരക്ഷാ ആശങ്കകളും ഇന്ത്യക്കുണ്ട്. മേഖലയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നാവികസേനയുടെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ ലക്ഷ്യം വെച്ച് ധാരാളം പദ്ധതികളാണ് ഇന്ത്യ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 2030ഓടെ 155 അല്ലെങ്കിൽ 160 യുദ്ധ കപ്പലുകളും ആത്യന്തികമായി 2035ഓടെ 175 മുതൽ 200 യുദ്ധക്കപ്പലുകളും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ നാവികസേന അതിന്റെ വിപുലീകരണത്തിനായി അതിമോഹമായ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിസ്ട്രോയർ ഹീഫൈ ഉൾപ്പെടെ 3 ചൈനീസ് കപ്പലുകൾ ഈ അടുത്തിടെ ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഉറച്ച നിലപാടിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ 6 മുതൽ 8 കപ്പലുകളും അന്തർവാഹിനികളും സ്ഥിരമായി ഇപ്പോൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ സ്വദേശിവൽക്കരണത്തിന്റെ പ്രാധാന്യവും രാജ്നാഥ് സിംഗ് ഊന്നി പറഞ്ഞു. അതായത് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നാവികസേനയുടെ ആധുനികവൽക്കരണ ബജറ്റിന്റെ 2/3 ഭാഗവും തദ്ദേശീയ സമ്പന്നത്തിനായിട്ടാണ് ചെലവഴിച്ചത്. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും തമ്മിൽ മികച്ച ഏകോപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സുപ്രധാന നാവിക വിപുലീകരണം തദ്ദേശീയമായ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ദൃഢതയ്ക്ക് മുന്നിൽ അതിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്തോ പസഫിക് മേഖലയിലെ ഒരു പ്രധാന സുരക്ഷാ പങ്കാളി എന്ന നിലയിൽ അതിന്റെ സ്ഥാനം നിലനിർത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെയാണ് രാജ്നാഥ് സിംഗ് അടിവരയിട്ട് പറഞ്ഞത്. എന്തായാലും 2035ഓടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ 175 മുതൽ 200 വരെ യുദ്ധ കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ വിപുലീകരണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ നാവികശേഷി ശക്തിപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.